എനിക്ക് ശക്തമായിട്ടുള്ള തലവേദനയുണ്ട് എന്നാരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ എവിടെ നിൻ്റെ വേദന ഒന്ന് കാണിച്ചു തരുമോ എന്ന് നമ്മളാരും ചോദിക്കില്ല. അതെന്തുകൊണ്ടാണ്? വേദന നമുക്ക് അനുഭവിക്കാനേ കഴിയുള്ളൂ. അതൊരിക്കലും നമുക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് എത്രത്തോളം ഡെപ്തിലാണ് എന്നതും അതിൻ്റെ ആഴമെത്ര പരപ്പെത്ര എന്നതൊന്നും നമുക്ക് നമ്മളുടെ വാക്കുകളിലൂടെ പരമാവധി പറഞ്ഞൊപ്പിക്കാം എന്നല്ലാതെ അതൊരിക്കലും മറ്റൊരാളെ അറിയിക്കാൻ കഴിയില്ല. എന്നതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെ ജീവൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രവർത്തനങ്ങൾ. അതിനെ പൂർണ്ണമായിട്ടും മറ്റൊരാളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ല. അത് സ്വയമായിട്ട് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഭാഗത്തേക്കും കൃത്യമാകുന്ന സമയത്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജീവൻ്റെ സഞ്ചാരത്തെയും പാകപ്പെടുത്താൻ കഴിയുക. അതിലെവിടെയെങ്കിലും സ്റ്റെക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നീർക്കെട്ടായിട്ടോ അല്ലെങ്കിൽ വേദനകളായിട്ടോ മറ്റെന്തെങ്കിലും ഇൽനെസ് ആയിട്ട് അനുഭവപ്പെക്കാൻ കഴിയും. ജീവൻ്റെ സഞ്ചാരപാതത്തെ കൃത്യമായിട്ട് കൊടുക്കണമെങ്കിൽ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ഓക്സിജൻ്റെ സഞ്ചാരം കൃത്യമായിട്ട് നടക്കണം. അങ്ങനെ വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കണം എന്നുള്ളതാണ്. ഇതിലെവിടെയെങ്കിലും അതിൻ്റെ ഫ്ലോ സ്റ്റോപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവിക്കുന്നു, പ്രയാസം അനുഭവിക്കുന്നു. അത് നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്യുന്നു. അതേ സ്ഥാനത്ത് നിങ്ങൾക്കൊരു മാനസിക ബുദ്ധിമുട്ടാണ് ഉള്ളത് എങ്കിലും നമുക്ക് മൂഡ് ഓഫ് ആണ്, സങ്കടമാണ്, പേടിയാണ് എന്ന രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ സംഗതി നിങ്ങളുടെ ജീവൻ്റെ പ്രവർത്തനത്തിൻ്റെ കൃത്യമായ ഫ്ലോ ഇല്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും പല ഇമോഷൻസിനും മനസ്സിൻ്റെ വേസ്റ്റായ ഇമോഷൻസിനെ കൃത്യമായിട്ട് പുറന്തള്ളാതെ ഇരിക്കുമ്പോൾ അത് സ്റ്റോപ്പായി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകുന്നത്. അതും കൃത്യമായിട്ട് അതിൻ്റെ ഫ്ലോക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സും സ്ട്രെങ്തനാകുകയും ചെയ്യും. നിങ്ങളുടെ ശരീരവും മനസ്സും സ്ട്രെങ്തനായിട്ട് ജീവൻ കൃത്യമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ജീവനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചികിത്സ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ നിങ്ങൾക്ക് ക്യൂർ ആവുന്ന അവസ്ഥയിലേക്ക് പോകാൻ കഴിയും. എല്ലായ്പ്പോഴും മനസ്സ് മാത്രമോ അല്ലെ ശരീരം മാത്രമോ അല്ല രോഗകാരണമായി മാറുന്നത്. ജീവൻ്റെ സന്തുലിതമായ അവസ്ഥ ഇല്ലായ്മയും കൂടെ രോഗകാരണമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവനെ കൃത്യമായിട്ട് സംരക്ഷിച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തെ കുറച്ചുകൂടെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും.